ഹലോ, ഞാൻ സുസ്മിത. നമ്മളിന്ന് ലോ ഓഫ് കോൺട്രാക്ട്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്നാണ്. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ നമ്മൾ മുമ്പ് കഴിഞ്ഞ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ വാലിഡ് എഗ്രിമെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് ഓഫർ എന്ന് ജസ്റ്റ് നോക്കി പോയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു പോർഷൻ ഒന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓഫറിലോട്ട് കൂടുതൽ പോവാം. അപ്പോൾ സെക്ഷൻ 2 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഓഫർ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ ഓഫർ അല്ല ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പ്രപ്പോസലാണ്. ഓഫർ എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് കോൺട്രാക്ട് ആക്ടിൽ ഈ പ്രപ്പോസലിൻ്റെ തന്നെ ഒരു ഈക്വലൻ്റ് ടേമാണ് ഓഫർ. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പ്രപ്പോസലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രപ്പോസലും ഓഫറും സെയിം മീനിങ് ഉള്ള വേർഡാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഓഫർ എന്ന് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് എ ലാണ് എന്താണ് ഓഫർ എന്ന് പറഞ്ഞത്. എന്താണ് പ്രപ്പോസൽ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 ക്ലോസ് എയിലാണ്. സെക്ഷൻ 2 ക്ലോസ് എ states that when one person signifies to another his willingness to do or to abstain from doing anything with the view to obtaining the assent of that other to such act or subsistence, he is said to make a proposal. ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേറൊരാളോടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോടോ അവരുടെ സമ്മതത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാമെന്നോ പറയുക ആണെങ്കിൽ ആ ആൾ അല്ലെങ്കിൽ ആൾക്കാർ ഒരു പ്രപ്പോസൽ വെക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പ്രപ്പോസൽ വെക്കുന്ന ആളെ പ്രപ്പോസർ എന്നും ഈ പ്രപ്പോസൽ ആരോടാണോ പ്രപ്പോസൽ പറയുന്നത് അയാളെ പ്രപ്പോസി അല്ലെങ്കിൽ ഓഫററും ഓഫർ ചെയ്യും. ഓഫർ വെക്കുന്ന ആൾ ഓഫർ ആർക്കാണോ വെക്കുന്നത്, മീൻസ് ആരുടെ അടുത്താണോ ഈ ഓഫർ പറയുന്നത് അത് ഓഫർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അപ്പോൾ ഒരു വാലിഡ് ഓഫറിന് അത്യാവശ്യമെന്നാണെങ്കിൽ അത് നമ്മൾ 5 ഹെഡിങ്സിലാണ് നമ്മൾ എന്തൊക്കെയാണ് വാലിഡ് ഓഫറിന് അത്യാവശ്യം എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് പർപ്പസ് ഓഫ് ഓഫർ, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ, ടേംസ്, ഓഫർ മസ്റ്റ് ബി അഡ്രസ്ഡ്, കമ്മ്യൂണിക്കേഷൻ. ഈ 5 ഹെഡ്ലൈൻസിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു വാലിഡ് ഓഫറിന് അത്യാവശ്യം എന്ന് നമുക്ക് നോക്കാം. പർപ്പസ് ഓഫ് ആൻ ഓഫർ. പർപ്പസ് ഓഫ് ആൻ ഓഫർ നമുക്ക് ആ ഡെഫിനേഷനിൽ നിന്ന് തന്നെ 2 പേർപ്പസ് നമുക്ക് കിട്ടും. ദ ഓഫർ ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 ക്ലോസ് എ ഹാസ് 2 പേർപ്പസസ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ പേർപ്പസ് എന്ന് പറയുന്നത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഓഫറേഴ്സ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. എന്തെങ്കിലും ചെയ്യാമെന്നോ ചെയ്യാതിരിക്കാമെന്നോ അയാൾ ആദ്യം പറയുന്നുണ്ടല്ലോ, അതിനെ മീൻസ് ഓഫറർ വെക്കുന്ന ഓഫറിൽ എന്തെങ്കിലും ചെയ്യാമെന്നോ ചെയ്യാണ്ടിരിക്കാമെന്നോ പറയുന്നുണ്ട്. അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്, അതാണ് ആദ്യത്തെ പേർപ്പസ്. ഞാൻ എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാമെന്ന് പറയുകയാണെങ്കിൽ അതാണ് ആദ്യത്തെ പേർപ്പസ്. രണ്ടാമത്തെ പേർപ്പസ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ കൺസെൻറ്റ് ഓഫ് ദ അതർ പേഴ്സൺ to the proposed act or subsistence is made, to whom the proposed act or subsistence is made. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നോ ചെയ്യാണ്ടിരിക്കാമെന്നോ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അയാളുടെ സമ്മതത്തിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ 5 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ടെന്ന് ഓർത്തു. ഞാൻ എൻ്റെ 5 സെൻറ്റ് സ്ഥലം ഒരാളോട് പറയാം, ഞാൻ നിങ്ങൾക്ക് എൻ്റെ 5 സെൻറ്റ് സ്ഥലം ഞാൻ നിങ്ങൾക്ക് വിൽക്കാം, 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ 5 സെൻറ്റ് സ്ഥലം തരാം. അപ്പോൾ നിങ്ങൾ ആ 5 സെൻറ്റ് സ്ഥലം നിങ്ങൾ മേടിക്കും എന്ന് നിങ്ങളുടെ സമ്മതം കിട്ടും, നിങ്ങൾ ആ സ്ഥലം മേടിക്കും എന്ന് കരുതി ഞാൻ നിങ്ങൾക്കൊരു ഓഫർ വെക്കുകയാണ്. നിങ്ങൾ ഈ 5 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് തരാം 5 ലക്ഷം രൂപ തന്നാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു ഓഫർ നിങ്ങളുടെ അടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എൻ്റെ സ്ഥലം വിൽക്കാം എന്നുള്ള ഓഫർ ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ച് പറയുകയാണ് ഇങ്ങനെ, ഇപ്പോൾ എൻ്റെ അടുത്ത് എടുക്കാൻ പൈസയില്ല, പക്ഷെ ഞാനിപ്പം നിങ്ങൾക്ക് ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 രൂപ തരാം.
പക്ഷെ നിങ്ങൾ ഈ സ്ഥലം 2 മാസത്തേക്ക് ആർക്കും കൊടുക്കരുത്, 2 മാസം കഴിഞ്ഞ് 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം. അപ്പോൾ ഞാൻ അത് സമ്മതിക്കണം. അപ്പോൾ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്, അതാണ് ഞാൻ 5 ലക്ഷം 10,000 രൂപ മേടിച്ചിട്ട് ഞാൻ ചെയ്യൂല, ഞാൻ ആ സ്ഥലം വിൽക്കൂല ആർക്കും, 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്കേ വിൽക്കുള്ളൂ എന്നാണ് ആ ടോക്കൺ അഡ്വാൻസ് മേടിച്ച് നമ്മൾ അവിടെ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ്. അപ്പോൾ ഫ്രം ഡൂയിങ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്, മറ്റൊരാളുടെ വില്ലിങ്നെസ്സിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്മതത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്നോ ചെയ്യാണ്ടിരിക്കാമെന്നോ നമ്മൾ പറയുകയാണ്. An expression of offerer's willingness to do or abstain from doing something must be made with a view to obtain the consent of the other person to whom the proposed act or subsistence is made. അതാണ് ഓഫറിൻ്റെ 2 പേർപ്പസ്. ഇനി ഈ 2 പേർപ്പസാണ് ഓഫറിന് ആവശ്യമുള്ളത്. മീൻസ് നേരത്തെ പറഞ്ഞ പോലെ വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് ആൻഡ് വിത്ത് ദ വ്യൂ ഓഫ് ഒബ്റ്റെയിനിങ് ദ കൺസെൻറ്റ് ഓഫ് ദി അതർ പേഴ്സൺ. ഈ 2 കാര്യങ്ങളാണ് ഒരു ഓഫറിന് പേർപ്പസ് തന്നെ, ഈ 2 കാര്യങ്ങളാണ്. ഇനി ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഒരു ഓഫർ ഒരു എഗ്രിമെൻ്റ് ആവണമെങ്കിൽ അതിനൊരു ലീഗൽ ബാക്കപ്പ് വേണം. മീൻസ് ഒരു ഓഫർ ഒരു ലീഗൽ ബാക്കപ്പ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. Intention to create legal obligation is the primary requisites for a valid offer. ഒരു വാലിഡ് ഓഫറിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ, which latter turns into an agreement and creates legal relationship between parties. ഈ വാലിഡ് ഓഫറിന് പ്രൈമറി റിക്വസിറ്റ് ആണ് എന്ത്? ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ആ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് എഗ്രിമെൻ്റായി മാറുള്ളൂ. ആ ഓഫറിൽ പിന്നിലൊരു ലീഗൽ ഒബ്ലിഗേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, ഒരു ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് എഗ്രിമെൻ്റായിട്ട് ചെയ്യുള്ളൂ. ദ ഓഫർ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് എ ലീഗൽ റിലേഷൻ. എ സോഷ്യൽ ഇൻവിറ്റേഷൻ ഇസ് നോട്ട് ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. ഈ സോഷ്യൽ ഇൻവിറ്റേഷൻ does not create a legal obligation എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നൊരു എക്സാമ്പിളും ഉണ്ട്. A invited B to a dinner and B accepted the invitation. അത് ഒരു ഓഫർ, അവിടെ അതൊരു ഓഫർ ആണെങ്കിൽ തന്നെ പക്ഷെ അവിടെ ഒരു ഇൻറ്റൻഷൻ ഇല്ല, അവിടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നൊരു ഇൻറ്റൻഷൻ ഇല്ല. ബിക്ക് വരാം, ബിക്ക് വരാണ്ടിരിക്കും. ഇഫ് A will not be liable if he fails to provide dinner to B. അവിടെ നേരെ തിരിച്ചു അത് തന്നെ എക്ക് വിളിച്ചു വരുത്തി അവിടെ ഒരു ഇൻറ്റൻഷൻ, അത് സോഷ്യൽ ഇൻവിറ്റേഷൻ ആണെന്ന് തന്നെ ഓർത്തു. അത് അവിടെ ഒരു സോഷ്യൽ ഇൻവിറ്റേഷൻ ആയതുകൊണ്ട് അവിടെ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷനിൽ. ഇപ്പം ഞാൻ നിങ്ങളോട് എൻ്റെ വീട്ടിൽ വന്ന്, നിങ്ങളെൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ നിങ്ങളോട് എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ല. പക്ഷെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഞാൻ വേറൊരാളോട് അവരുടെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അവരോട് നമുക്ക് ഡിന്നറിന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡിന്നറിന് വിളിച്ചു വരുത്തി ചെന്നില്ലെങ്കിൽ അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ വേരി ചെയ്യും. പക്ഷേ ഒരു സോഷ്യൽ ഇൻവിറ്റേഷൻ ആണെങ്കിൽ, ജനറൽ ഇൻവിറ്റേഷൻ ആണെങ്കിൽ അവിടെ ഒരു ഇൻറ്റൻഷൻ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ വേണം ഒരു വാലിഡ് ഓഫർ ആണെങ്കിൽ. ആ വാലിഡ് ഓഫർ വാലിഡ് ആയാൽ മാത്രമേ അവിടെ ഒരു വാലിഡ് എഗ്രിമെൻ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്തൊരു കേസ് ഉണ്ട്, ഒരു ഫേമസ് കേസ് ഉണ്ട്, ബാൽഫോർ വേഴ്സസ് മിസ്സിസ് ബാൽഫോർ. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫാക്ട്സ് മാത്രം പറഞ്ഞു പോവാം. ഈ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷനിൽ വാലിഡ് ഓഫറിൻ്റെ കീഴെ വരുന്നതാണ് ഈ കേസ്. ബാൽഫോർ വേഴ്സസ് ബാൽഫോർ. A husband agrees to send his wife 30 pounds every month. എല്ലാ മാസവും 30 pounds വീതം അയക്കാമെന്ന് ഹസ്ബൻഡ് വൈഫിനോട് സമ്മതിക്കുന്നു. while he was away, അയാൾ പുറത്തായിരുന്നു. അപ്പോൾ അയാൾ എല്ലാ മാസം ഭാര്യയ്ക്ക് 30 pound അയക്കാമെന്ന് പറഞ്ഞു. After a year he failed to pay the amount. His wife brought an action against him for not keeping his promise.
It was a question before the court to decide whether the agreement was a social agreement or agreement under contract law. അപ്പം അയാൾ 1 വർഷത്തിന് ശേഷം ഈ പ്രോമിസ് കീപ്പ് ചെയ്തില്ല. അയാൾ 30 പൗണ്ട് അയച്ചില്ല. ഭാര്യ കോടതിയിൽ പോയി ഭാര്യ സൂ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണോ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് അണ്ടർ കോൺട്രാക്ട് ലോ ആണോ എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദ കോർട്ട് വേർഡിക്ട് ഇൻ ഫേവർ ഓഫ് മിസ്റ്റർ ബാൽഫോർ and held that he is not liable for the promise he made as it's not a contract. അവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ല. ദർ ഇസ് നോ ഇൻറ്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് എ ലീഗൽ ഒബ്ലിഗേഷൻ. ഇപ്പോൾ ബാൽഫോർ വേഴ്സസ് ബാൽഫോറിൽ മിസ്റ്റർ ബാൽഫോറിൻ്റെ ഫേവറിലാണ് കേസ് വന്നത്. ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇത് ഫാമിലി കേസായിട്ട് പോവുകയാണെങ്കിൽ അത് ഫാമിലി കേസാണെങ്കിൽ മിസ്റ്റർ ബാൽഫോർ ലയബിളാണ്. പക്ഷേ കോൺട്രാക്റ്റിൻ്റെ കീഴെ മിസ്റ്റർ ബാൽഫോർ ലയബിൾ അല്ല. അവിടെ ഒരു ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി അതിൻ്റെ അകത്ത് കണ്ടെത്തിയത്. ബാൽഫോർ വേഴ്സസ് മിസസ് ബാൽഫോർ, മിസ്റ്റർ ബാൽഫോർ വേഴ്സസ് മിസസ് ബാൽഫോർ. ഇനി അടുത്തതാണ് ടേംസ്. ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി സർട്ടൻ. Uncertainty in terms of offer makes it vague and ambiguous. The term of the offer or proposal should be very clear and definite. If the terms are vague or unclear, it will not amount to a valid offer. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ഓഫർ പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയണം. നമ്മൾ എന്താണ് വിൽക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യവും, നമ്മൾ എത്ര രൂപക്കാണ് അത് കൊടുക്കാൻ തയ്യാറ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ സേർട്ടനായിട്ടും പറയണം. ഒരു വാലിഡ് ഓഫറിന് ഇമ്പോർട്ടൻ്റ് ആണത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സ് ഓഫേഴ്സ് ടു സെൽ സം വീറ്റ് ടു ബി ഫോർ സം പ്രൈസ്. X did not specify the quantity, quality or money for the wheat. Hence, it's not a valid offer. ഒരു വാലിഡ് ഓഫർ ആവുന്നില്ല അവിടെ. കാരണം എക്സ് വീറ്റ് വിൽക്കാമെന്ന് പറഞ്ഞു, പക്ഷെ എത്ര പൈസക്ക് എത്ര ക്വാണ്ടിറ്റി, ആ വീറ്റിൻ്റെ ക്വാളിറ്റി എന്താണോ അതിനെപ്പറ്റി ഒന്നും എക്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു വാലിഡ് ഓഫർ ഇല്ല. അവിടെ ടേംസ് ഓഫ് ദി ഓഫർ certain അല്ല. അപ്പോൾ ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി certain. ഇനി നമുക്ക് അടുത്ത വാലിഡ് ഓഫർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാലിഡിറ്റി ഓഫറിൽ എന്താ റിക്വസിറ്റ് നോക്കാം. ഓഫർ മസ്റ്റ് ബി അഡ്രസ്ഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിക്വസിറ്റാണ്. നമ്മൾ ഓഫർ മറ്റൊരാളോട് അറിയിക്കുന്നത്. ഓഫർ മസ്റ്റ് ബി അഡ്രസ്ഡ്. An offer may either be a general offer or a specific one. ഒരു ജനറൽ ഓഫർ ആകാം, ഒരു സ്പെസിഫിക് ഓഫർ ആകാം. ഇൻ ഡീറ്റെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കും എന്താണ് ജനറൽ, എന്താണ് സ്പെസിഫിക് എന്ന്. ഇഫ് ആൻ ഓഫർ ഈസ് മെയ്ഡ് ടു ദ വേൾഡ് അറ്റ് ലാർജ്, ഇറ്റ് ഈസ് ജനറൽ ഓഫർ. ഇത് പൊതുവായിട്ടൊരു ഓഫർ വെക്കുകയാണെങ്കിൽ അത് ജനറൽ ഓഫറും, ഒരാളോട്, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് മാത്രം വെക്കുന്ന ഓഫർ ആണെങ്കിൽ അതിനെ സ്പെസിഫിക് ഓഫർ എന്നും പറയും. It can be accepted only by that person to whom it's communicated of acceptance is necessary. Communication of acceptance necessary ആണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ആർക്കാണ്. ഇപ്പോൾ ജനറൽ പബ്ലിക്കിനോടാണ് നമ്മൾ ഓഫർ വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണ് നമ്മൾ ഓഫർ വെക്കുന്നത്. ഞാൻ നിങ്ങളോടാണ് ഒരു ഓഫർ വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ അഡ്രസ്സ് ചെയ്യണ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിനോടാണ് ഞാൻ ഓഫർ വെക്കുന്നത്, നിങ്ങൾ ഏത് ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ ഞാൻ അഡ്രസ്സ് ചെയ്ത് വേണം ഓഫർ വെക്കാൻ. ഇപ്പോൾ ജനറൽ പബ്ലിക് ആണെങ്കിൽ നമ്മളൊരു ബോർഡൊക്കെ വെച്ച് നമ്മൾ ഓഫേഴ്സ് കാണാറില്ലേ, ഓഫർ 30% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ അതൊക്കെ ഒരു പബ്ലിക് ഓഫറായിട്ടാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ കടയിൽ വന്ന് മേടിക്കാമെന്നുള്ള രീതിയിലുള്ള ഓഫറാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വരാൻ പറ്റൂലെങ്കിൽ, ഇപ്പോൾ വുമൻസ് പ്രൊഡക്റ്റ് മാത്രം എന്താണ് വിമന് മാത്രം ഉള്ളെങ്കിൽ വുമൻസ് പ്രൊഡക്റ്റ് ഓൺലി വിമൻ അലൗഡ് എന്നാണെങ്കിൽ അതൊരു സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രം സ്പെസിഫിക് ചെയ്ത് പറയുന്നതാണ്. അതേപോലെ ഓഫർ അഡ്രസ്സ് ചെയ്തിരിക്കണം. നിങ്ങൾ ആരുടെ അടുത്താണോ ഓഫർ, ആർക്കാണോ നിങ്ങൾ ഓഫർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ അഡ്രസ്സ് ചെയ്യണം, അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യണം. ഇനി കമ്മ്യൂണിക്കേഷൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ആൻ ഓഫർ, കമ്മ്യൂണിക്കേഷൻ.
The offer is completed only when it has been communicated to the offeree. ഓഫറിയോട് നമ്മൾ ഓഫർ പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ഓഫർ കംപ്ലീറ്റ് ആവുള്ളൂ. അൺടിൽ ദ ഓഫർ ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ഇറ്റ് ക്യാനോട്ട് ബി ആക്സെപ്റ്റഡ്. ഓഫറിനെ കുറിച്ച് അറിയാണ്ട് മറ്റേ ആൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? ദസ് എൻ ഓഫർ accepted without its knowledge does not confer any legal right on the acceptor. It can be communicated using words or in writing, known as express offer, or it can be made by conduct of the parties, known as implied offer. അപ്പോൾ എക്സ്പ്രസ് ഓഫറും ഇംപ്ലൈഡ് ഓഫറും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നോക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓഫർ എന്താ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളത് മറ്റൊരാളോട് സ്റ്റേറ്റ് ചെയ്യണം. എന്നിട്ട് അയാളോട് പറയണം നമ്മൾ ഇതാണ് ഓഫർ ചെയ്യണതെന്ന് പറയണം. അങ്ങനെ ഓഫർ വെക്കുമ്പോൾ നമ്മൾ ഇതാണ് സ്റ്റേറ്റ് ചെയ്യണതെന്ന് ഒരാളോട് പറഞ്ഞിരിക്കണം. അപ്പോൾ അയാൾക്ക് ടേംസ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പറയണം. നമ്മൾ ഇത്രയും ഈ 5 സെൻറ്റ് സ്ഥലം 5 ലക്ഷം രൂപക്കാണ് ഞാൻ വിൽക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ആ ഓഫറിനെ പറ്റി അറിയുന്നില്ല. നിങ്ങൾ ആ ഓഫറിനെ പറ്റി അറിയാണ്ട് നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അഥവാ അറിയാണ്ട് വല്ല ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓഫർ കേൾക്കാണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അതുമേലൊരു ലീഗൽ റൈറ്റും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ പേർപ്പസ് ഓഫ് ഓഫർ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. പേർപ്പസ് ഓഫ് ഓഫർ, അവിടെ ഒരാളുടെ സമ്മതത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാമെന്നോ ചെയ്യാണ്ടിരിക്കാമെന്നോ ആണ് പറയുന്നത്. മറ്റൊരാളുടെ സമ്മതത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാണ്ടിരിക്കാമെന്നോ പറയുമ്പോൾ അവിടെ നമ്മളൊരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷനും വേണം നമുക്ക്. അതേ സമയത്ത് നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ടേംസ് ക്ലിയർ ആയിരിക്കണം. അത് ആരോടാ പറയുന്നതെന്നും ക്ലിയർ ആയിരിക്കണം. അത് അത് ഒന്നെങ്കിൽ എക്സ്പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്തോ അയാൾ അറിയിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു റിക്വസിറ്റ് ഓഫ് എ വാലിഡ് ഓഫർ. ഇനി ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. An offer must be distinguished from an invitation to receive an offer or to make an offer or to negotiate. In the case of invitation to offer, there is no intention on the part of the person sending out the invitation to obtain the assent of the party to such invitation. On the other hand, offer is a final expression of willingness by an offerer to be bound by his promise should the other party choose to accept it. In case of invitation to offer, his aim is merely to circulate the information on his readiness to negotiate the business with anybody who on such information comes to him. An invitation to offer is not an offer in the eye of law and does not become a promise on acceptance. അപ്പോൾ ഇൻവിറ്റേഷൻ ഓഫ് ഓഫർ എന്ന് പറയുമ്പോൾ അത് ഓഫറിൽ നിന്ന് ഡിഫർ ചെയ്യും. അവിടെ ഇൻവിറ്റേഷൻ ടു ഓഫറിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഓഫറായിട്ട് നിയമം കണക്കിലെടുക്കില്ല. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു മിയർലി ഇങ്ങനത്തെ ഒരു ഓഫർ ഉണ്ട്, നമ്മളൊരു കടയിൽ ചെന്ന് 50% ഓഫ് എന്ന് കാണുമ്പോൾ അതൊരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. നമ്മൾ അവിടെ ചെന്ന് നമ്മളാണ് അവിടെ ഓഫർ വെക്കുന്നത്. ഞാനിത് 50% ഇതിന് മേടിക്കുന്നതെന്ന് നമ്മളാണ്. അതൊരു മിയർ ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അവിടെ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ മറ്റൊരാളുടെ വില്ലിങ്നെസ്സിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാമെന്നോ ചെയ്യാണ്ടിരിക്കാമെന്നോ പറയുന്നതാണ് ഓഫർ എന്ന് പറയുമ്പോൾ. അവിടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ അവിടെ ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇപ്പം തന്നെ. കാരണം അത് ഒരു മിയർ സർക്കുലേഷൻ ഓഫ് ഇൻഫർമേഷൻ മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇൻവിറ്റേഷൻ ഓഫ് ഓഫർ. ഇനി അതിൻ്റെ നമുക്ക് ഒരു ഫേമസ് കേസ് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കിയിട്ട് കേസിലോട്ട് പോകാം. എക്സാമ്പിൾസ് ആണ്: മെനു കാർഡ് ഓഫ് എ റെസ്റ്റോറൻറ്റ് ഇസ് എൻ ഇൻവിറ്റേഷൻ ടു പുട്ട് ആൻ ഓഫർ. Menu cards of a restaurant. Price tags attached with goods displayed in any showroom or supermarket is also an invitation to proposal. The salesman or the cashier does not accept the price, or the cashier does not accept the price
the interested buyer cannot compel him to sell it. If he wants to buy it, he must make a proposal. മീൻസ് അവിടെ ടാഗ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി ഞാൻ ഇത്ര രൂപക്ക് മേടിക്കാമെന്നാണ് നമ്മൾ അവിടെ പോയി പറയുന്നത്. അത് മറ്റേ ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമാണ് ആ പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അവിടെ കൊണ്ട് കൗണ്ടറിൽ കൊടുക്കുമ്പോൾ അവർ ഞാൻ കൗണ്ടറിൽ കൊടുക്കുമ്പോൾ ഇത് ഞാൻ 50 രൂപയ്ക്ക് മേടിക്കാൻ തയ്യാറാണെന്നാണ് ഞാൻ ഓഫറാവും. അത് ആക്സെപ്റ്റ് ചെയ്ത് അവർ ബില്ല് ചെയ്ത് തരുമ്പോൾ അവർ ഓഫർ ചെയ്യാം. അവിടെ ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നതാണ് അങ്ങനെ. അപ്പോൾ പ്രൈസ് ടാഗ്, മെനു കാർഡ് അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ഡിഷ് ഇപ്പോൾ 10 രൂപക്കെങ്കിൽ അല്ലെങ്കിൽ 100 രൂപക്കെങ്കിൽ 100 രൂപക്ക് ഞാൻ ഈ ഡിഷ് മേടിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ജോബ് ഓർ ടെൻഡർ അഡ്വർടൈസ്മെൻറ്റ്, ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ജോബ്, ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ഇൻ ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. ഒരു ജോബ് ആപ്ലിക്കേഷന് ഇന്ന ജോബ് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അവിടെ ചെന്ന് നമ്മളാണ് ആ ജോലിക്ക് അവിടെ ഓഫർ വെക്കുന്നത് അവിടെ ചെന്നിട്ട്. An advertisement for auction sale is merely an invitation to an offer, not an offer for sale. ഒരു ഓഫർ 50% ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത് അത് ഇൻവിറ്റേഷൻ മാത്രമാണ്. അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഓപ്ഷൻ സെയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അത് therefore an advertisement of an auction can be withdrawn without any notice. The person going to the auction cannot claim for the loss of time and expense if the advertisement for auction is withdrawn. ഒരു ഓപ്ഷൻ, ഒരു കാര്യം ലേലം വിളിക്കാൻ വേണ്ടി ഇതാണെങ്കിൽ അത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അവിടെ ലേലം വിളിക്കാൻ അവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളാണ് ഒരു ഓഫർ വെക്കുന്നത്. ഞാൻ ഈ സാധനം 50,000 രൂപയ്ക്ക് മേടിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് മേടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മളാണ് അവിടെ ഓഫർ വെക്കുന്നത്. ഓപ്ഷൻ സെയിൽ മിയർ ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. ഇതിൻ്റെ അകത്തൊരു ഫേമസ് കേസാണ് ഹാർവി വേഴ്സസ് ഫേസി എന്ന് പറഞ്ഞിട്ട് 1893 കേസാണ്. എക്സ് സെൻഡ് എ ടെലിഗ്രാം ടു വൈ ആസ്കിങ് വിൽ യു സെൻഡ് ബമ്പർ ഹാൾ പെൻ, കോട്ട് ദ ലോവസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനാണ് അതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്ന ആൾ. ബമ്പർ ഹാൾ പെൻ വിൽക്കുമോ, ഏറ്റവും കുറവ് എത്ര രൂപയ്ക്ക് നിങ്ങൾ വിൽക്കും എന്നാണ് ആ 2 ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈ റിപ്ലൈഡ് ത്രൂ എ ടെലിഗ്രാം, ലോവസ്റ്റ് പ്രൈസ് ഫോർ ബമ്പർ ഹാൾ പെൻ ഇസ് 900 pounds. X replied, I agreed to buy bumper hall pen for 900 pounds in a suit brought by X against Y. The court held that the quoting of the price by Y is merely a supply of information and not an offer. അവിടെ അയാൾ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞില്ല. അയാൾ ആകെ പറഞ്ഞത് ഇത് അതിന് ഏറ്റവും കുറവ് പൈസ 900 pounds ആണ്, ബമ്പർ ഹാൾ പെൻ ഏറ്റവും കുറവ് പൈസ 900 pounds ആണെന്ന് മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. അപ്പോൾ അതൊരു മിയർ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. അയാൾ ചോദ്യത്തിന് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്ത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അയാളൊരു ഓഫർ വെച്ചതല്ല അവിടെ. അപ്പോൾ ഇതൊരു ഇൻവിറ്റേഷൻ ടു ഓഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ എക്സ് ആ കേസ് ലൂസ് ചെയ്തു, വൈക്ക് ഫേവറായിട്ട് ആ കേസ് വന്നു. അപ്പോൾ ഇനി കൈൻഡ്സ് ഓഫ് ഓഫർ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ കുറച്ച് കൈൻഡ്സ് ഓഫ് നോക്കിയായിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ഓഫർ എന്ന് നമുക്ക് ഇൻ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ സ്റ്റേറ്റ് ചെയ്തേക്കുന്ന പോലെ എക്സ്പ്രസ്ഡ് ഓഫർ, ഇംപ്ലൈഡ് ഓഫർ, സ്പെസിഫിക് ഓഫർ, ജനറൽ ഓഫർ, ക്രോസ് ഓഫർ, കൗണ്ടർ ഓഫർ, സ്റ്റാൻഡിങ് ഓപ്പൺ ആൻഡ് കണ്ടിന്യൂസ് ഓഫർ. അപ്പോൾ ഇത്രയും ഇതാണ് 7 കാറ്റഗറിയിലായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പറയുന്നത് വെൻ ആൻ ഓഫർ എക്സ്പ്രസ്ലി കമ്മ്യൂണിക്കേറ്റഡ് the offer is said to be an express offer. The express communication of the offer may be by spoken or written words. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങളോട്, അല്ലെങ്കിൽ എഴുതി ഇത് ചെയ്യണം, നമ്മൾ കോൺട്രാക്റ്റ് എഴുതുകയാണ്, ഞാൻ ഓഫർ ഇങ്ങനെ എഴുതുകയാണ്, അത് എക്സ്പ്രസ് ഓഫർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി ഇംപ്ലൈഡ് ഓഫർ എന്താണ്? when an offer is not communicated expressly and offer may be implied.
the content of the parties from the context of the parties, or the circumstance of the case. The context of the parties or the circumstance of the case പ്രകാരം നമ്മളത് ഇംപ്ലൈഡ് അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു എന്നത് ചെയ്യണതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് അവിടെ ഇരിക്കണമെങ്കിൽ അതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. നമുക്ക് അവിടെ ചെന്ന് വിളിക്കാം, ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഒരു ഇംപ്ലൈഡ് ഇതുണ്ട്, ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് അവിടെ ഇരിക്കുന്നതാണെങ്കിൽ. ഇനി അത് സ്പെസിഫിക് ഓഫർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ആൻ ഓഫർ made to a particular person or a group of person. It can only be accepted by that person to whom it is made. The communication of acceptance is necessary in the case of specific offer. അപ്പോൾ ഈ സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരാളോടോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് മാത്രം വെക്കുന്ന ഓഫറാണ്. അപ്പോൾ അത് കാരണം അവർക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓഫർ നമ്മൾ ആരുടെ അടുത്താണോ ഓഫർ പറയുന്നത് അവർക്ക് മാത്രമേ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഈ ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇനി ഒരു ജനറൽ ഓഫർ ആണെങ്കിലോ, ജനറൽ ഓഫർ ആണെങ്കിൽ പബ്ലിക് ഇൻ ജനറൽ ആക്കിയാണ് വെക്കുന്നത്. ജനറൽ ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ബൈ എനി വൺ, ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ് മീൻസ് an offer which is made to the public in general. It means an offer that is made to the public in general. The offeree fulfills the terms and conditions which is given in the offer, then offer is accepted. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറോ ഇത് അവിടെ അത്ര സ്പെസിഫിക് ഓഫറിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ജനറൽ ഓഫറിൽ. അവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതാണെങ്കിൽ ആണ് ഒരു ജനറൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയും കൺസിഡർ ചെയ്യുക അവിടെ. ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് നോട്ട് നെസസറി ഇൻ ദിസ് കേസ്. In case of general offer, anyone performing the condition of the offer can be considered to have accepted the offer. അപ്പോൾ ആ കണ്ടീഷൻസ് പെർഫോം ചെയ്യുന്ന ആരെയും നമുക്ക് ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം അതിൻ്റെയാണ് ഒരു കേസ്, ഒരു ഫേമസ് കേസ് ഉണ്ട്, കാർഹിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി, 1893 കേസാണ്. A company advertised that a reward of ₹100 would be given to any person who would suffer from influenza after using the medicine smoke bowls made by the company according to the printed direction. One lady, Mrs. Carhill, purchased and used the medicine according to the printed direction of the company but suffered from influenza. She filed a suit to recover the reward of ₹100. The court held that there was a contract as she had accepted a general offer by using the medicine in the prescribed manner. As such, as entitled to recover the reward from the company. അപ്പോൾ ആ കേസിൽ ഒരു കമ്പനി അവരുടെ ഇൻഫ്ലുവൻസ മെഡിസിൻ ഉപയോഗിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആ ഇൻഫ്ലുവൻസ മെഡിസിൻ ഉപയോഗിച്ചിട്ട് വീണ്ടും അവർക്ക് ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ടെങ്കിൽ ₹100 റിവാർഡായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺ ലേഡി കാർലിൽ അത് പർച്ചേസ് ചെയ്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, അപ്പോൾ ആ ഒരു ജനറൽ ഓഫറിന് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവർ ആ മെഡിസിൻ ഉപയോഗിച്ചപ്പോൾ അവിടെ ജനറൽ ഓഫറിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ സ്പെസിഫിക് ആയിട്ട് നടന്നിട്ടില്ല, പക്ഷേ അവരുടെ ജനറൽ ഓഫറിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് റിവാർഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ വന്നാൽ അവർക്ക് റിവാർഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിസ്സിസ് കാറിൽ അതേപോലെ തന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആ സ്മോക്ക് ബോൾസ് ഉപയോഗിച്ചിട്ടും പുള്ളിക്കാരിക്ക് ഇൻഫ്ലുവൻസ വന്നു, പുള്ളിക്കാരിക്ക് ആ റിവാർഡ് കിട്ടാൻ എൻടൈറ്റിൽഡ് ആണെന്ന് കോടതി പറഞ്ഞു. ഇനി ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന സെയിം കാര്യം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ 5 ലക്ഷം രൂപക്ക് സ്ഥലം വിൽക്കാം എന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണ് നിങ്ങളോട്. പക്ഷേ അതേ സമയത്ത് തന്നെ സെയിം ടൈം നിങ്ങൾ എന്നോട് പറയുകയാണ് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് സ്ഥലം മേടിക്കാം, സെയിം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം വിൽക്കാം, 5 ലക്ഷം രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം വിൽക്കാമെന്ന് സെയിം ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഐഡൻറ്റിക്കൽ ഓഫറാണ് അവിടെ.
When two parties exchange identical offers in ignorance at the time of each other's offer, the offers are called crossover. To crossover does not conclude a contract. Two offers are said to be crossover if they are made by the same parties to one another. Each offer made in ignorance of the offer made by the other. Third, the terms and conditions contained in the both offers are same. An example under A offers by letter to sell 100 tons of steel at rupees 1000 per ton. On the same day, B also writes to A offering to buy 100 tons of steel at rupees 1000 per ton. അപ്പോൾ അവിടെ ഒരു ഐഡൻറ്റിക്കൽ ഓഫറാണ്. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ സ്ഥലം വിൽക്കാം, നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം മേടിക്കാം എന്ന് പറഞ്ഞ് സെയിം ഡേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ അയക്കുകയാണ്. അവിടെ ഒരു ക്രോസ് ഓഫറാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു ഐഡൻറ്റിക്കൽ ഓഫർ ഉണ്ട്. അത് സെയിം പാർട്ടീസിൻ്റെ ഇടയിലാണ് ആ ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്ന സെയിം പാർട്ടീസിൻ്റെ ഇടയിലാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ വെച്ചെന്ന് എനിക്കും അറിയില്ല, ഞാൻ അങ്ങ് ഓഫർ വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും അറിയില്ല. അവിടെയാണ് ഒരു ക്രോസ് ഓഫർ ഉണ്ടായെന്ന് പറയുന്നത്. ഇനി കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, കൗണ്ടർ അടിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഓഫർ വെക്കുമ്പോൾ അതിന് തിരിച്ചിങ്ങനെ പറയാം. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എൻ്റെ സ്ഥലം 5 ലക്ഷം രൂപയ്ക്ക്, എൻ്റെ 5 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് വിൽക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഇല്ല, 5 സെൻറ്റ് സ്ഥലം ഞാൻ 4 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഞാൻ മേടിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളാവും ഓഫറർ, ഞാൻ ഓഫർ ചെയ്യാകും. ഞാൻ 4 ലക്ഷം രൂപയ്ക്ക് എൻ്റെ സ്ഥലം വിൽക്കണോ വേണ്ടതെന്ന് ഞാനാണ് സമ്മതിക്കേണ്ടത്. പിന്നെ അത് മനസ്സിലായോ? അത് കൂടുതൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, when the offeree give qualified acceptance of the offer subject to modified and variations in the terms of original offer, the counter offer amounts to rejection of the original offer. The legal effects of the counter offer is 1. Rejection of original offer. 2. Original offer is lapsed. 3. A counter offer results in a new offer. In other words, an offer made by the offeree in return of the original offer is called a counter offer. ഒരു കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു ഓഫർ വെച്ചു, അപ്പം നിങ്ങൾക്ക് ആ ഓഫർ സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ അപ്പം നിങ്ങൾ എനിക്ക് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് മേടിക്കില്ല, എനിക്ക് 4 ലക്ഷം രൂപക്കാണെങ്കിൽ അത് വിൽക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളാവും അവിടെ ഓഫറർ. അതാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. പിന്നെ ഞാനായിരിക്കും ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പം അവിടെ നിങ്ങൾ ആദ്യമേ 4 ലക്ഷം രൂപയ്ക്ക് മേടിക്കാമെന്ന് പറയുമ്പോൾ തന്നെ 5 ലക്ഷം രൂപയ്ക്ക് മേടിക്കാമെന്നുള്ള ആദ്യത്തെ എൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒറിജിനൽ ഓഫർ അവിടെ ലാപ്സ് ആയി കഴിഞ്ഞ് കൗണ്ടർ ഓഫർ ഒരു പുതിയ ഓഫറായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇനി സ്റ്റാൻഡിങ് ഓപ്പൺ ഓർ കണ്ടിന്യൂസ് ഓഫർ. സ്റ്റാൻഡിങ് ഓപ്പൺ ഓർ കണ്ടിന്യൂസ് ഓഫർ എന്ന് പറഞ്ഞാൽ an offer which is made to the public at large, and if it is kept for public acceptance for a certain period of time, കുറച്ച് കാലത്തേക്ക് പബ്ലിക് ആക്സെപ്റ്റൻസിന് വേണ്ടി ഒരു ഓഫർ നിലനിർത്തുകയാണെങ്കിൽ, അങ്ങനെയൊക്കെയാണെങ്കിൽ അതിന് സ്റ്റാൻഡിങ് ഓപ്പൺ ആൻഡ് കണ്ടിന്യൂസ് ഓഫർ എന്ന് പറയും. എന്ന് വെച്ചാൽ അത് ഒരു പബ്ലിക് അറ്റ് ലാർജിനോടാണ് ഓഫർ വെക്കുന്നത്. അത് കുറച്ച് കാലത്തേക്ക് ആ ഓഫർ അങ്ങനെ തന്നെ നിലനിൽക്കും. മീൻസ് ആർക്ക് വേണമെങ്കിലും ആ സമയത്ത് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ടെൻഡർ ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇസ് കൈൻഡ് ഓഫ് എ സ്റ്റാൻഡിങ് ഓഫർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. വെൻ വി ആസ്ക് ദ ന്യൂസ് പേപ്പർ വെൻഡർ ടു സപ്ലൈ ദ ന്യൂസ് പേപ്പർ ഡെയിലി, ഇൻ സച്ച് കേസ് വി ഡു നോട്ട് റിപ്പീറ്റ് അവർ ഓഫർ ഡെയിലി. നമ്മൾ എല്ലാ ദിവസവും പറയില്ല ന്യൂസ് പേപ്പർ വെൻഡറിനോട്, നിങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ട് ന്യൂസ് പേപ്പർ ഉണ്ടോ. നമ്മൾ ഇത്രയും ദിവസത്തേക്ക് നമ്മൾ പറയും, ഈ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലത്തേക്ക് എൻ്റെ വീട്ടിലോട്ട് ന്യൂസ് പേപ്പർ ഇടണം എന്ന് പറയും. അപ്പോൾ when we ask the newspaper vendor to supply the newspaper daily, in such case we do not repeat our daily offer and the newspaper vendor supplies the newspaper to us daily. The offer of such types are called
സ്റ്റാൻഡിങ് ഓഫർ. അതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും ചെന്ന് അയാളോട് ഓഫർ വെക്കുന്നത് നിങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഇടണം എന്ന്. നമ്മൾ ആകെ ഒരു ദിവസം പറഞ്ഞു എന്ത് ഇന്ന് എൻ്റെ വീട്ടിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ഇടണം എന്ന്. അതൊരു സ്റ്റാൻഡിങ് ഓഫറായിട്ട് മീൻസ് ഈ കൊല്ലത്തേക്ക് നിങ്ങൾ എൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഇടണം. അപ്പോൾ ഒരു സ്റ്റാൻഡിങ് ഓഫറായിട്ട് അത് കൺസിഡർ ചെയ്തിട്ട് അയാൾ ആ ഒരു കൊല്ലം മൊത്തം നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ എല്ലാ ദിവസവും ഓഫർ വെക്കാണ്ട് തന്നെ അയാൾ അവിടെ ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യണമായിരിക്കും. അങ്ങനെ അതൊരു ഇപ്പം ന്യൂസ് പേപ്പർ തന്നെ ആണെന്നില്ല, പാൽക്കാരനുമാകാം. അങ്ങനെ ഇത്. ഇനി റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ, അത് സെക്ഷൻ 6-ലാണ് റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ ഇത് പറയുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കിപ്പോകാം. കൂടുതൽ ഡീറ്റെയിൽഡ് നിങ്ങൾ ഫേർദർ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് നോക്കാം, എങ്ങനെയൊക്കെ കാരണമാണ് ഒരു ഓഫർ റിവോക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റിവോക്കേഷൻ ഓഫർ ബൈ നോട്ടീസ് നമ്മൾ പറയുകയാണ്, ബൈ നോട്ടീസ് കൊടുത്ത് നമ്മൾ പറയുകയാണ് അതിപ്പോൾ റിട്ടേൺ ആകാം, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് എനിക്കിനി എൻ്റെ സ്ഥലം വിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അത് പക്ഷേ അതിനൊരു ടൈമുണ്ട്, ആ ടൈമിനുള്ളിൽ നമ്മൾ പറയണം മീൻസ് എനിക്ക് സ്ഥലം വിൽക്കാൻ താല്പര്യമില്ല നമ്മളിത് പറയാണ്. അങ്ങനെ ഇത്. അല്ലെങ്കിൽ ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 മാസം കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് സ്ഥലം മേടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ സ്ഥലം മേടിക്കാൻ നിങ്ങൾ വന്നില്ല, അപ്പോൾ എനിക്ക് പുതിയ ആൾക്ക് വിൽക്കാം. ലാപ്സ് ഓഫ് ടൈം, അവിടെ ഓഫർ അവിടെ തീർന്നു. അപ്പോൾ ഫെയിലിയർ ടു ഫുൾഫിൽ ദ കണ്ടീഷൻ പ്രിസിഡൻറ്റ്, എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓഫറിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ അയാൾ ഇൻസെയിനോ ആണെങ്കിൽ അത് അടുത്തത്. ഈ 4 രീതിയിലാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആക്സെപ്റ്റൻസും കൺസിഡറേഷനും എന്താണെന്ന് നോക്കാം. അതുവരെ താങ്ക് യു.